വെൽക്കം ടു വേൾഡ് മാലോ. 2024 LDC പരീക്ഷകളിലെ രണ്ടാം ഘട്ടം 17-ാം തീയതി നടന്ന കണ്ണൂർ കൊല്ലം LDCയുടെ പ്രൊവിഷണൽ ആൻസർ കീയും GK ചോദ്യങ്ങളുടെ കണക്ടർ ഫാക്ടേഴ്സുമാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ഗാസയിൽ നടന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായിട്ടുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലിദ്വീപ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. VP മേനോനാണ്. ഓപ്ഷൻ എ, VV ഗിരിയെ സംബന്ധിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ നോക്കാം. യഥാർത്ഥ പേര് വിരാഹഗിരി വെങ്കടഗിരി എന്നാണ്. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതി. ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. കേരള ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ഏക വ്യക്തി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി. 1931 ലണ്ടനിൽ നടന്നിട്ടുള്ള 2ാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമാണ്. ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 1975 പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം ലഭിച്ചു. ഓപ്ഷൻ ബി, KM പണിക്കരെ സംബന്ധിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ നോക്കാം. യഥാർത്ഥ പേര് കാവാലം മാധവ പണിക്കർ. സർദാർ KM പണിക്കർ എന്നും അറിയപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിച്ചത് ഇദ്ദേഹമാണ്. ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു. മലയാളത്തിലെ ചരിത്ര നോവലായിട്ടുള്ള കേരള സിംഹം രചിച്ചത് ഇദ്ദേഹമാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതും ഇദ്ദേഹമാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. മലയാളത്തിലെ ചരിത്ര നോവലുകളായിട്ടുള്ള പറങ്കിപ്പടയാളി, പുണർക്കോട്ടൂർ സ്വരൂപം, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റു 2 കൃതികളാണ്. അടുത്ത ഓപ്ഷൻ സി, ശങ്കരൻ നായരാണ്. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന PSC ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. യഥാർത്ഥ പേര് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ള ഏക മലയാളി. ഗാന്ധിജിയും അരാജകത്വവുമാണ് പ്രധാന കൃതി. ഗാന്ധിജിയും അരാജകത്വവും. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രസീലാണ് നാറ്റോയുടെ ആസ്ഥാനം. പാരീസ് ആസ്ഥാനമായിട്ട് വരുന്നത് യുനെസ്കോയാണ്. ജനീവ ആസ്ഥാനമായിട്ട് വരുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ജനീവ ആസ്ഥാനമായിട്ട് വരുന്ന ഓർഗനൈസേഷൻസ് ആണ്. 4ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉം ശരിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ബാടാനന്ദനാണ് സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. സമത്വ സമാജം ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളായിരുന്നു. അയ്യങ്കാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ഗുരു SNDP. കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രം തെറ്റാണ്, ബാക്കി 3ഉം ശരിയാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണായക കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇത് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി ആൻഡ്രൈനറ്റ് ആണ്. ഞാനാണ് രക്ഷമെന്ന് പറഞ്ഞത് ലൂയി 11-ാമനല്ല, ലൂയി 14-ാമനാണ് ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1789 കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു? ലൂയി 14-ാമനായിരുന്നു. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ഏതാണ്? 1789 ജൂൺ
20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയെയാണ്. റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. വിപ്ലവകാരികൾ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1792-ലാണ് വിപ്ലവകാരികൾ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അതായത് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? ഗോദാവരി ഉണ്ട്, മഹാനദി ഉണ്ട്, കൃഷ്ണയുണ്ട്, നർമ്മദയുണ്ട്, താപ്തി ഉണ്ട്, കാവേരി ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഈ ഉപദ്വീപീയ നദികൾ പ്രധാനമായിട്ടും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 ഉപദ്വീപീയ നദികളാണ്, ഒന്ന് നർമ്മദയും ഒന്ന് താപ്തിയും. ഇവരുടെ പതനസ്ഥാനം അറബിക്കടലാണ്. ഗോദാവരിയെ സംബന്ധിക്കുന്ന പ്രധാന PSC ചോദ്യങ്ങൾ നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിലാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു. പ്രധാന പോഷക നദികൾ പൂർണ്ണ, ഇന്ദ്രാവതി, ശബരി, ശിവാന. ഇതെല്ലാം ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ്. നർമ്മദയെ സംബന്ധിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ നോക്കാം. നർമ്മദ നദിയുടെ ഉത്ഭവം എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മൈഖല പർവ്വതനിരയിലാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ. നർമ്മദയുടെ നീളം ഏകദേശം 1312 കിലോമീറ്റർ ആണ് നർമ്മദയുടെ നീളം. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്ന് വിഭജിക്കുന്ന നദി അത് നർമ്മദയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി. പോഷക നദികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട? താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. ഇതാണ് നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇതിൽ താവയാണ് പോഷക നദികളിലും ഏറ്റവും നീളം കൂടിയ നദി. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ. സർദാർ സരോവർ. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിക്കപ്പെടുന്ന നദിയും നർമ്മദയാണ്. ഓപ്ഷൻ ബി, കൃഷ്ണയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദി. ഉത്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. നീളം എത്ര? ഏകദേശം 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ നീളം. പ്രധാനപ്പെട്ട പോഷക നദികൾ തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച് ഗംഗ, മുസി. ഇതെല്ലാം കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അടുത്ത മഹാനദിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ സിവാഹ അമർകണ്ടക് കൊടുമുടിയിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ ഏകദേശ നീളം 857 കിലോമീറ്റർ ആണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. പ്രധാന പോഷക നദികൾ ഷിയോനാഥ്, ടെല്ല്, ഇബ്. ഇതാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഹിരാക്കുട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. അതുപോലെ ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും മഹാനദിയിലാണ്. മഹാനദിയുടെ പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദിയുടെ പതനം. അടുത്ത ചോദ്യം, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗ്രീൻവിച്ച്. അടുത്ത ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒഡീഷയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. രാജസ്ഥാനുണ്ട്, ഗുജറാത്ത് ഉണ്ട്, ത്രിപുരയുണ്ട്, മിസോറാം, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ ഇന്ത്യയിൽ കടന്നു പോകുന്നത്. മിസോറാം, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര.
അടുത്ത ചോദ്യം, എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്കനെയാണ് എൽനിനോ പ്രധാനമായിട്ടും ബാധിക്കുന്നത്. എന്താണ് എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം? ചെറിയ കുട്ടി. ചെറിയ കുട്ടി എന്നാണ് എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് ഈ എൽനിനോ പ്രതിഭാസം? 2 തൊട്ട് 7 വർഷങ്ങളുടെ ഇടവേളകളിൽ പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തെയാണ് നമ്മൾ എൽനിനോ എന്ന് പറയുന്നത്. പസഫിക്കിലെ മധ്യഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി ഒരു നിശ്ചിത പ്രദേശത്ത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചൂട് അതിക്രമമായിട്ട് കൂടും. ഈ സമയത്ത് ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സഞ്ചരിക്കുന്ന വായുപ്രവാഹത്തിന്റെ വേഗത കുറയുകയും ചൂടുവെള്ളം കിഴക്കോട്ടേക്ക് തള്ളിമാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് ഈ എൽനിനോ പ്രതിഭാസത്തിന് കാരണം. ഈ ഒരു പ്രതിഭാസം അനുഭവപ്പെടുന്നത് തെക്കേ അമേരിക്കയുടെ പസഫിക് തീരത്ത് നിന്ന് ഗാലപ്പഗോസ് ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗം വരെയാണ് ഈ പ്രതിഭാസം പൊതുവെ കാണാൻ പറ്റുക. ഈ എൽനിനോയുടെ നേർവിപരീത പ്രതിഭാസത്തെയാണ് ലാനിന എന്ന് പറയുന്നത്. എൽനിനോയുടെ നേരെ വിപരീത പ്രതിഭാസമാണ് ലാനിന. അടുത്ത ചോദ്യം, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ലു. എന്താണ് ഈ കാൽബൈശാഖി? നോർവെസ്റ്റേൽ എന്നറിയപ്പെടുന്നതും കാൽബൈശാഖിയാണ്. നോർവെസ്റ്റേൽ. ഇടിമിന്നലോട് കൂടിയ മഴയും കൊടുങ്കാറ്റുമാണ് കാൽബൈശാഖി. ബംഗ്ലാദേശിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ത്രിപുര, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ബംഗ്ലാദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ത്രിപുര, അസം എന്നീ സംസ്ഥാനങ്ങളിലും വേനൽക്കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് കാൽബൈശാഖി. എന്താണ് വാണിജ്യ കാറ്റുകൾ? നമ്മുടെ ഭൂമി ചെരിഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യരശ്മി ഏറ്റവും ലംബമായിട്ട് പതിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശം. ഇങ്ങനെ സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുമ്പോൾ ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളിലായിരിക്കും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത്. അങ്ങനെ ആ പ്രദേശം ചൂട് പിടിക്കുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തണുത്ത വായു ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കും. ഇതിനെയാണ് വാണിജ്യ കാറ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മൺസൂണിന് കാരണമാവുന്നത് ഈ വാണിജ്യ കാറ്റുകളാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. 13ാമത്തെ ചോദ്യം, 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗ്രാമീണ അസമത്വം. ഏത് കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം ശരിക്കും നടന്നിട്ടുള്ളത്? 1960 കാലഘട്ടത്തിലായിരുന്നു ഹരിത വിപ്ലവം ആരംഭിച്ചത്. കൃത്രിമ വളങ്ങൾ, കീടനാശിനികൾ, ആധുനിക ജലസേചന മാർഗങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ആധുനിക യന്ത്ര സംവിധാനങ്ങൾ എന്നിങ്ങനെ നൂതന കൃഷിരീതികൾ സ്വീകരിച്ച് കാർഷിക രംഗത്തുണ്ടാക്കിയ മാറ്റത്തെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗിനെയാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് കാണുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹരിത വിപ്ലവത്തെയാണ്. കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റം. ഹരിത വിപ്ലവത്തിലെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. അതേപോലെ കൃഷിരീതി, ഭക്ഷ്യവിളകളിലെ ഏറ്റവും കൂടുതൽ കൃഷിരീതി മെച്ചപ്പെട്ടതും ഗോതമ്പിൻ്റെതാണ്. ഗോതമ്പ്. അടുത്ത ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്തിക്കാൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം. വൈവിധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമുള്ളതുമായ വിദ്യാഭ്യാസം നൽകുക. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് പദ്ധതികൾ നോക്കാം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ 2000 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭാരത് നിർമാർജൻ. 2005 ഡിസംബർ 16 ആരംഭിച്ചത്. ഗ്രാമപ്രദേശങ്ങളിൽ വീട് വെച്ച് നൽകാനായിട്ട് 2016 നവംബർ 20
സ്ഥാപിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരവും പ്രാഥമിക വിദ്യാഭ്യാസവും നൽകാൻ 1975 ഒക്ടോബർ 2 സ്ഥാപിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് 1998 മെയ് 17 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കാനും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഇത് 2015 ജൂലൈ 1 സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ 3 വ്യക്തികൾക്കും: സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നകശേഷിക്കാർക്ക്. അടുത്ത ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് തെറ്റാണ്. 12 അല്ല, 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ 10 എണ്ണം 1976 42ാം ഭേദഗതിയിലൂടെയാണ് വന്നത്. 11ാമത്തെ മൗലിക കർത്തവ്യം 2002 86ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്, പഴയ സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരി. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തെറ്റാണ്. സഭയിൽ 22 കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 8 എണ്ണം പ്രധാന കമ്മിറ്റികളും മറ്റുള്ളവ മൈനർ കമ്മിറ്റികളുമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാരാണ്? PR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവാരായിരുന്നു? BN റാവു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. പ്രധാനമായിട്ടും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. യുകെയിൽ നിന്ന് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് നിയമവാഴ്ചയുടെ ആശയം, നിയമനിർമ്മാണ നടപടിക്രമം, ഏക പൗരത്വം, ഗവൺമെന്റിലെ ക്യാബിനറ്റ്, പ്രത്യേക അവകാശ റിട്ടുകൾ, പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ, ബൈകാമറൽ ലെജിസ്ലേഷൻ. ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. US നിന്ന് കടമെടുത്തിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ജുഡീഷ്യൽ അവലോകനം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, ഉപരാഷ്ട്രപതി എന്ന ആശയം. സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകളാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റ്, വ്യാപാര സ്വാതന്ത്ര്യം, വാണിജ്യം, സഹവാസം, പാർലമെന്റിൽ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനം. ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് റിപ്പബ്ലിക് എന്ന ആശയവും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അയർലാൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നാമനിർദ്ദേശം, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി. കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഫെഡറൽ സംവിധാനം, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള അധികാരങ്ങളുടെ വിതരണം, സുപ്രീം കോടതിയുടെ ഉപദേശക പ്രവർത്തനം, സംസ്ഥാന ഗവർണറെ നിയമിക്കാനുള്ള കേന്ദ്രത്തിന്റെ അധികാരം. ജപ്പാനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളാണ്. ജർമ്മനിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ, മൗലിക അവകാശങ്ങളുടെ സസ്പെൻഷൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള വഴിയുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം.
വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21A ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരി. കമ്മീഷൻ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണെന്നുള്ളതും ശരിയാണ്. ഓപ്ഷൻ 3 തെറ്റാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണെന്നുള്ളത് തെറ്റാണ്. അടുത്ത ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 ഓപ്ഷൻസും ശരിയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരി. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. പാർലമെന്റിലെ 2 സഭകളും, അതായത് രാജ്യസഭയും ലോക്സഭയും, പാർലമെന്റിലെ 2 സഭകളായിട്ടുള്ള രാജ്യസഭയും ലോക്സഭയും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അധികാരങ്ങൾ വിനിയോഗിക്കാൻ ഉപരാഷ്ട്രപതിക്ക് എന്തുണ്ട്? കഴിയും. ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം ശരിയാണ്. പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. അടുത്ത ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. സാമ്പത്തിക കുറ്റരഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരി. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരീര താപനില നിയന്ത്രിക്കുക. ദഹന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ശരീര താപനില ഉയരും. ദഹന വ്യവസ്ഥയിൽ ശരീരത്തിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം എവിടെയാണ്? വില്ലസ് ആണ്. ദഹന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ? വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇതൊക്കെയാണ് ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ നമ്മൾ എന്താണ് പറയുക? പെരിസ്റ്റാൾസിസ്. ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ദഹനം പൂർത്തിയാക്കാൻ വേണ്ടുന്ന സമയം എത്രയാണ്? ഏകദേശം ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ വേണം പൂർണ്ണമായിട്ടും ദഹനം പൂർത്തിയാവാനായിട്ട്. പൂർണ്ണമായും ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് പൂർണ്ണമായിട്ടും ദഹനം നടക്കുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസമാണ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണ പദാർത്ഥമാണ് സെല്ലുലോസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓസ്റ്റിയോപോറോസിസ് ആണ് കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ബെറിബറി ഉണ്ടാകുന്നത് ജീവകം B1ന്റെ കുറവ് കൊണ്ടാണ്. പെല്ലാഗ്ര ഉണ്ടാകുന്നത് ജീവകം അതായത് വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. നിശാന്തത ഉണ്ടാകുന്നത് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടാണ്. അതുപോലെ സിറോഫ്താൽമിയ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നതും ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടാണ്. ക്വാഷിയോക്കർ മരാസ്മസ് ഇത് രണ്ടും പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിന്റെ
കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോക്കറും മരാസ്മസും. കണ അഥവാ റിക്കറ്റ്സ്, ഇത് ജീവകം ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. വന്ധ്യത ഉണ്ടാകുന്നത് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസിയാണ്. ഹീമോഫീലിയ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസിയാണ്. വായ്പുണ്ണ് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസിയാണ്. സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. ബെറിബറി ഉണ്ടാകുന്നത് വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസിയാണ്. പെല്ലാഗ്ര ഉണ്ടാകുന്നത് വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസിയാണ്. നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി. സീറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി. വന്ധ്യത വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി. ഹീമോഫീലിയ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി. വായ്പുണ്ണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി. ക്വാഷിയോക്കർ മരാസ്മസ് ഉണ്ടാകുന്നത് മാംസ്യം അഥവാ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയാണ്. കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. സ്കർവി എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? മഴക്കാടുകളാണ്. അടുത്ത ചോദ്യം, ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പിനെയാണ്. അടുത്ത ചോദ്യം, ജനിതക എഡിറ്റിംഗ് സാങ്കേതികയായ CRISPR Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി. അയോട്ടയെ മഹാധമനി എന്ന് അറിയപ്പെടുന്നു. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന മഹാധമനികളുടെ ശാഖയാണ് കൊറോണറി ധമനി എന്ന് പറയാം. കൊറോണറി. മഹാധമനിയുടെ ഒരു വളവിൽ നിന്ന് തലയിലേക്കും കഴുത്തിലേക്കും കൈകളിലേക്കുമുള്ള പ്രധാന ശാഖകൾ രൂപം കൊള്ളുന്നതാണ് കരോട്ടിഡ് ധമനി അഥവാ സബ്ക്ലേവിയൻ ധമനി. ഉള്ളത്. മഹാധമനിയുടെ ഏതെങ്കിലും ഒരു വളവിൽ നിന്ന് തലയിലേക്കും കഴുത്തിലേക്കും കൈകളിലേക്കുമുള്ള പ്രധാന ശാഖകൾ രൂപം കൊള്ളുന്നിടത്താണ് ഈ കരോട്ടിഡ് ധമനി അഥവാ സബ്ക്ലേവിയൻ ധമനി സ്ഥിതി ചെയ്യുന്നത്. നെഞ്ചിലെ അവയവങ്ങൾക്കും പേശികൾക്കും രക്തം നൽകുന്ന ധമനിയാണ് തൊറാസിക് അയോട്ട. നെഞ്ചിലെ അവയവങ്ങൾക്കും പേശികൾക്കും രക്തം നൽകുന്ന ധമനി ഏതാണ്? തൊറാസിക് അയോട്ടയാണ്. ഡയഫ്രത്തെ ഒരു പ്രത്യേക ഭാഗത്തുകൂടി തുളച്ചുകൊണ്ട് വയറിലേക്ക് പ്രവേശിക്കുന്ന മഹാധമനിയാണ് അബ്ഡോമിനൽ അയോട്ട. ഡയഫ്രത്തെ ഒരു പ്രത്യേക ഭാഗത്തുകൂടി തുളച്ചുകൊണ്ട് വയറിലേക്ക് പ്രവേശിക്കുന്ന മഹാധമനിയാണ് അബ്ഡോമിനൽ അയോട്ട. വയറിൽ വെച്ച് ഈ അബ്ഡോമിനൽ അയോട്ട രണ്ട് ശാഖയായിട്ട് പിരിയുന്നു. കോമൺ ഇലിയക് ധമനികളായിട്ട് മാറും. കോമൺ ഇലിയക് ധമനികളായിട്ട് മാറും. ഇതിന് വീണ്ടും രണ്ടായിട്ട് വിഭജിച്ച് ഇന്റേണലും എക്സ്റ്റേണലുമായിട്ട് മാറും. ധമനികളായിട്ട് മാറും. ഈ എക്സ്റ്റേണൽ ധമനി വീണ്ടും എന്താണ്? ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫെമോറൽ ധമനിയായിട്ട് മാറും. വയറിലേക്ക് പ്രവേശിക്കുന്ന മഹാധമനിയാണ് അബ്ഡോമിനൽ അയോട്ട. അതായത് ഡയഫ്രത്തെ ഒരു പ്രത്യേക ഭാഗത്തു കൂടി തുളച്ചുകൊണ്ട് വയറിലേക്ക് പ്രവേശിക്കുന്ന മഹാധമനിയാണ് അബ്ഡോമിനൽ അയോട്ട. വയറിൽ വെച്ച് ഈ അബ്ഡോമിനൽ അയോട്ട രണ്ട് ശാഖയായിട്ട് പിരിയുന്നതാണ് കോമൺ ഇലിയക് ധമനികളായിട്ട് മാറുന്നത്. ഈ കോമൺ ഇലിയക് ധമനികൾ വീണ്ടും വിഭജിച്ച് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ധമനികളായിട്ട് മാറും. ഇതിലെ എക്സ്റ്റേണൽ ധമനിയാണ് ഈ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫെമോറൽ ധമനിയായിട്ട് മാറുന്നത്. കാലിലേക്കുള്ള രക്തം നൽകുന്നതിനാണ് ഈ ഫെമോറൽ ധമനിയുടെ ധർമ്മം. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പ്രധാനമായിട്ടും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, വസൂരി, മുണ്ടിനീര്, ക്ഷയം, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ ബോക്സ് ഒക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വെള്ളം അഥവാ ആഹാരത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് ഒക്കെ. ഈച്ചയിലൂടെ പകരുന്നതാണ് കോളറ, വയറിളക്കം. കൊതുകിലൂടെ പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ. സമ്പർക്കത്തിലൂടെ പകരുന്നതാണ് ചെങ്കണ്ണ്, കുഷ്ഠം. ശരീരദ്രവങ്ങളിലൂടെ പകരുന്നതാണ് എയ്ഡ്സ്, എബോളയൊക്കെ. ജന്തുക്കളിൽ നിന്ന് പകരുന്നതാണ് പേവിഷബാധ, ആന്ത്രാക്സ്. മുറിവിലൂടെ പകരുന്നതാണ് ടെറ്റനസ്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ് എയ്ഡ്സ്, ഗോണേറിയ, സിഫിലിസ് ഒക്കെ. പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടുലിസം. പ്രധാനമായിട്ടും ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് കോളറ, കുഷ്ഠം, ആന്ത്രാക്സ്, ന്യൂമോണിയ, എലിപ്പനി, ടെറ്റനസ്, ടൈഫോയിഡ്, ക്ഷയം. കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ്. കുഷ്ഠം പരത്തുന്നത് മൈക്രോബാക്ടീരിയ ലെപ്രെ. ആന്ത്രാക്സ് പരത്തുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ്. ന്യൂമോണിയ പരത്തുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. എലിപ്പനി പരത്തുന്നത് ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിക്ക എന്ന ബാക്ടീരിയ ആണ്. ടെറ്റനസ് പരത്തുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി.
ടൈഫോയിഡ് പരത്തുന്നത് സാൽമൊണല്ല ടൈഫിയാണ്. ക്ഷയം പരത്തുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ്. പ്രധാനമായിട്ടും വൈറസ് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, കുരങ്ങുപനി, സാൾസ്, പന്നിപ്പനി, പക്ഷിപ്പനി, പോളിയോ, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, മുണ്ടിനീര്, എബോള, വസൂരി, ജലദോഷം, അഞ്ചാം ഒക്കെ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി പരത്തുന്ന വൈറസ് ആൽഫ വൈറസ് അഥവാ അർബോ വൈറസ് എന്നറിയപ്പെടും. കുരങ്ങുപനി പരത്തുന്നത് ഫ്ലാവി വൈറസ് ആണ്. സാൾസ് പരത്തുന്നത് കൊറോണ വൈറസ് ആണ്. പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1 ആണ്. H5N1. പോളിയോ പരത്തുന്നത് പോളിയോ വൈറസ് ആണ്. ചിക്കൻ പോക്സ് പരത്തുന്നത് വാരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ ഗുനിയ പരത്തുന്നത് ചിക്വി വൈറസ് ആണ്. എയ്ഡ്സ് പരത്തുന്നത് HIV വൈറസ് ആണ്. മുണ്ടിനീര് പരത്തുന്നത് മിക്സോ വൈറസ് ആണ്. എബോള പരത്തുന്നത് എബോള വൈറസ്. വസൂരി പരത്തുന്നത് വേരിയോള വൈറസ് ആണ്. ജലദോഷം പരത്തുന്നത് റിനോ വൈറസ്. അഞ്ചാം പനി റൂബിയോള വൈറസ് ആണ് പരത്തുന്നത്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന ഹു അതിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്, അതായത് ജനീവ. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും എന്നത് ശരിയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ടെന്നുള്ളത് തെറ്റാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം കുറവായിരിക്കും. ജിയുടെ മൂല്യം എത്രയാണ്? 9.8 മീറ്റർ/സെക്കൻഡ് ആണ് ജിയുടെ മൂല്യം. എന്താണ് ഗുരുത്വാകർഷണം? ഒരു വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. വായു, ശുദ്ധജലം, സമുദ്രജലം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സൗര മിഷനായിട്ടുള്ള ആദ്യത്തെ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1%. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അഥവാ പദ്ധതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ 2 NLCIL. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അമോണിയ. എന്താണ് ഉൾപ്രേരകം എന്ന് പറയുന്നത്? സ്വയം രാസമാറ്റം സംഭവിക്കാതെ രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥങ്ങളെയാണ് ഉൾപ്രേരകം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ്, അതായത് H2SO4, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ സമയത്ത് ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്കിന്റെ മറ്റൊരു അയിരാണ് സിങ്ക് ബ്ലെൻഡ്. അലുമിനിയത്തിന്റെ അയിര് ഏതൊക്കെയാണ്? അലുമിനിയം, ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. ചെമ്പിന്റെ അയിര് ഏതൊക്കെയാണ്? ചെമ്പ്, മാലക്കൈറ്റ് ഉണ്ട്, ചാൽക്കോ പൈററ്റേറ്റ് ഉണ്ട് ചെമ്പിന്റെ അയിരുകൾ. ഇനി പ്രധാനപ്പെട്ട ലോഹങ്ങളും അതിന്റെ അയിരുകളും എന്താണെന്ന് നോക്കാം. കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ് ആണ്. ടൈറ്റാനിയത്തിന്റെ ഇൽമനൈറ്റും റൂട്ടൈലുമാണ് പ്രധാനപ്പെട്ട അയിരുകൾ. മെർക്കുറിയുടെ അയിര് സിന്നാബാർ ആണ്. നിക്കലിന്റെ അയിര് പെൻലാൻഡൈറ്റ് ആണ്. സോഡിയത്തിന്റെ അയിര് കല്ലുപ്പാണ്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. ലെഡിന്റെ അയിര് ഗലീന. മഗ്നീഷ്യത്തിൻ്റെത് മാഗ്നസൈറ്റ് ആണ് പ്രധാനപ്പെട്ട അയിര്. ടിന്നിന്റെ അയിര് കാസിറ്ററൈറ്റ് ആണ്. കാൽസ്യത്തിന്റെ അയിര് ജിപ്സം, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്. ലിഥിയത്തിന്റെ അയിര് പെറ്റാലൈറ്റ് ആണ്. ആൻഡ് ലെപ്പിഡോലൈറ്റും ഉണ്ട്. ബേരിയത്തിന്റെ പ്രധാന അയിര് ബറൈറ്റ് ആണ്. വനേഡിയത്തിന്റെ അയിര് പാട്രോനൈറ്റ് ആണ്. ക്രോമിയത്തിന്റെ അയിര് ക്രോമൈറ്റ് ആണ്. ടൈറ്റാനിയത്തിന്റെ അയിര് ഇൽമനൈറ്റ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നത് തെറ്റാണ്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും 1 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൽ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം? ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഓപ്ഷൻ ഡി പ്രഗ്യാൻ. അടുത്ത ചോദ്യം, കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? മിഴാവ്. അടുത്ത ചോദ്യം, 1923 രചിക്കപ്പെട്ട ഭൂതരായൻ എന്ന നോവലിന്റെ കർത്താവാര്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ. അടുത്ത ചോദ്യം, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കഥകളി. അടുത്ത ചോദ്യം, മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മ. അടുത്ത ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? 1973. അടുത്ത ചോദ്യം,
2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, മലയാളം വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ AS. അടുത്ത ചോദ്യം, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷണവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഓപ്ഷൻ സി ഫിഷിംഗ്. അടുത്ത ചോദ്യം, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി റൂട്ടർ. അടുത്ത ചോദ്യം, ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, ഡാം ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ ബി മാൽവെയർ. അടുത്ത ചോദ്യം, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഓഗ്മെന്റഡ് റിയാലിറ്റി. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഓപ്ഷൻ എ മജിസ്ട്രേറ്റ്. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. അടുത്ത ചോദ്യം, 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഓപ്ഷൻ ബി 30 ദിവസം. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തി. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ രേഖ ശർമ്മ. അടുത്ത മാത്സ് ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 72 ഓപ്ഷൻ സി ആണ് ഉത്തരം. 73ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 74 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 75 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 76 ഓപ്ഷൻ സി ആണ് ഉത്തരം. 77 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 78 ഓപ്ഷൻ സി ആണ് ഉത്തരം. 79 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 80 ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 82 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 83 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 84 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 85 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 86 ഓപ്ഷൻ സി ആണ് ഉത്തരം. 87 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 88 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 89 ഓപ്ഷൻ എ ആണ് ഉത്തരം. 90 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 91 ഓപ്ഷൻ സി ആണ് ഉത്തരം. 92 ഓപ്ഷൻ എ ആണ് ഉത്തരം. 93 ഓപ്ഷൻ എ ആണ് ഉത്തരം. 94 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 95 ഓപ്ഷൻ എ ആണ് ഉത്തരം. 96 ഓപ്ഷൻ എ ആണ് ഉത്തരം. 97 ഓപ്ഷൻ സി ആണ് ഉത്തരം. 98 ഓപ്ഷൻ എ ആണ് ഉത്തരം. 99 ഓപ്ഷൻ സി ആണ് ഉത്തരം. 100 ഓപ്ഷൻ ബി ആണ് ഉത്തരം. താങ്ക്സ് ഫോർ വാച്ചിങ്.